ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫ്ഐ സീറ്റ് ആവശ്യപ്പെടും. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ സീറ്റ് ഡിവൈഎഫ്ഐ സീറ്റ് ആവശ്യപ്പെടുന്ന സംഘടനയൊന്നുമല്ല. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സംഘടനയല്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതൊന്നും ആവശ്യപ്പെടുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഏർപ്പാട്, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാവും, അല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാവും, 2026 ആര് മുഖ്യമന്ത്രിയാവുമൊന്നുമില്ല. മറിച്ച് ഇന്ന് ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കാനുള്ള മുടങ്ങാതെ കൊടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ തെരുവിൽ സമരം ചെയ്യാനിറങ്ങണം. ഞങ്ങൾക്ക് അത്തരം കൺസേൺസ് ആണുള്ളത്. യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടണം. ഇപ്പോൾ എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് വയനാട് 20 കോടിയാണ് വിത്തൌട്ട് എ സിംഗിൾ റെസിപ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തത്. നിലമ്പൂരിൽ ഉൾപ്പെടെ ഈ പറയുന്ന പോലെ മൃതശരീരങ്ങൾ ഒഴുകിപ്പറന്നപ്പോൾ അത് എടുക്കാൻ ഓടി നടന്ന ഡിവൈഎഫ്ഐക്കാരല്ലേ വയനാടിൽ ദുരന്തഘട്ട ആ നിമിഷം മുതൽ. ഞങ്ങളുടെ കൺസേൺസ് ഒക്കെ അതിലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്നത് ഞങ്ങളുടെ ഒരു കൺസേൺ ഏരിയയല്ല. ആശയക്കുഴപ്പമുണ്ടോ ആർക്ക്? ഞങ്ങൾ ഡിവൈഎഫ്ഐ സ്ഥാനാർത്ഥി നിർത്താത്ത ഞങ്ങൾക്ക് എന്താ ആശയക്കുഴപ്പം? ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല. CPM-ന് അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്തിൽ സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യക്കുഴപ്പം വരേണ്ടത് മുന്നണിക്കോ CPM-നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരിക്കലുമില്ല. അത് ആരും വിശ്വസിക്കില്ല. കോൺഗ്രസ് പോലും അത് ആരോപിക്കില്ല ഞങ്ങൾക്കെതിരെ. അല്ല, ചാരിറ്റി പ്രവർത്തനമാണ് മാത്രമാണ് കൂടുതൽ പോഷക സംഘടനകൾ ചെയ്യുന്നതെന്നൊരു റിപ്പോർട്ടുണ്ട്. സംഘടന റിപ്പോർട്ട് വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഒരു വിമർശനമില്ല. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഒന്ന് വിമർശനം എന്ന് പറയുന്നതിന് തെറ്റാണ്. അങ്ങനെയില്ല. അങ്ങനെ ഒരു വിമർശനം എന്ന് പറയുന്ന വാദം തന്നെ തെറ്റാണ്. 2, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ പരിപാടിയും ഭരണഘടനയും ദയവായി നോക്കണം. അതിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രോഗ്രാം, അങ്ങനെയല്ല, ഞങ്ങൾ യൂത്തിനെ എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന, റാലി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കൂടുതൽ ഗ്രൂം ചെയ്യാൻ പറ്റുന്ന വളരെ ഇടപെടലുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ഈ പറയുന്നത് പോലെയുള്ള സോഷ്യൽ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം ഇടപെടും. ഒപ്പം രാഷ്ട്രീയമായ ഭരണഘടനയെ ഫേവർ ചെയ്യുന്ന, ഡിഫെൻഡ് ചെയ്യുന്ന പ്രൊട്ടസ്റ്റുകൾ, അത്തരം കാര്യങ്ങളും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ ഒറീസയിലെ ഗ്രാം സ്റ്റേക്കിനെ ചുട്ടുകൊന്നതിലെ പ്രതിയെ BJP സർക്കാർ മോചിപ്പിച്ചിരിക്കുകയാണ്. നല്ല നടപ്പിന്റെ കാര്യം എന്താ അതിന്റെ പ്രതികരണം? തീർച്ചയായും തെറ്റായ പ്രവണതയാണ്. മുമ്പ് ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ വന്നിട്ട് കുരുത്തോല പിടിച്ചിട്ട് മന്ത്രി നടക്കുകയാണ്. കുരുത്തോല പിടിച്ചിട്ട് മന്ത്രി. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നനവുള്ളിടം കുഴിക്കുന്നില്ല. നനവില്ലാത്തിടം കുഴിക്കണമെങ്കിൽ അദ്ദേഹം ഭരചന്ദ്രനാവണം. എന്തായിരുന്നു ഭരചന്ദ്രൻ? അദ്ദേഹം ഇവിടെ വരണം, നിരോധിച്ച ഡൽഹി പോലീസിന്റെ നടുവിലൂടെ അദ്ദേഹം നടക്കണം, കുരുത്തോല പിടിക്കണം, എന്നിട്ട് സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നിന്ന് നടക്കണ്ടേ? അല്ല, അന്നും വന്ന് നടക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ഏത് നിരോധിച്ചു എന്നുള്ള വെയിറ്റ് ചെയ്യൂ. ഹനുമാൻ ജയന്തി നിരോധിച്ച ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഈ പറയും പോലെ വാളണ്ടറി സെൻസറിങ് പോലെ വാളണ്ടറി ആയിട്ട് അവർ വേണമല്ലോ, എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രശ്നം, 2 പ്രശ്നങ്ങൾ ഞാൻ പറയുകയാണ്. ഇവിടെ കേരളത്തിൽ പോയിട്ട്, കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിൽ കുരുത്തോല കൊണ്ട് നടക്കാൻ മന്ത്രിയിലും നടക്കുകയൊക്കെ ചെയ്യും. അവിടെ ഒരു പ്രശ്നമില്ല. കുരുത്തോല കൊണ്ട് പോകുമ്പോൾ ഇതര മതസ്ഥർ സ്വീകരിക്കുകയും ചെയ്യും. അവർക്ക് സ്വീകരിക്കും, റിഫ്രഷ് ചെയ്യും അവരെ. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിരോധനം വന്നു, അതൊരു വലിയ ചർച്ചയായി ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ മന്ത്രി ഇവിടെ അല്ലേ വന്ന് നെഞ്ചിടിച്ച് നിൽക്കണ്ടേ? ഒന്നില്ലല്ലോ. പോട്ടെ, ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ്, തിമോത്തി, 3 പേരെയാണ് അന്ന് ഒഡീഷയിൽ ചുട്ടരിച്ചത്. ആ പ്രതിയെ ഇപ്പൊ നല്ല നടപ്പ് പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം, BJP ഇരട്ടത്താപ്പ് കാണിക്കുന്നു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ക്രൈസ്തവരോടൊപ്പമാണ്, ഞങ്ങൾ ക്രൈസ്തവരുടെ രക്ഷകരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന BJP തന്നെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ്, തിമോത്തിയെ കൊന്നുകളഞ്ഞത്. ആ സംഭവത്തിലെ പ്രതിയെ BJP ഭരിക്കുന്ന ഒഡീഷ സർക്കാർ, ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു? നല്ല നടപ്പിന്റെ കാര്യം പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്നു. അതേ BJP കേരളത്തിൽ പോയിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ക്രൈസ്തവ സംഭവങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. ഇതിന്റെ ഇരട്ടത്താപ്പ് എന്താണ്? ഇതേ BJP ഭരിക്കുന്ന ഡൽഹിയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്.
കഴിഞ്ഞ വർഷം വരെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി പോട്ടെ, ഡൽഹി പോലീസ് അപ്പോഴും കേന്ദ്രത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ കുരുത്തോല ഘോഷയാത്ര പ്രദക്ഷിണം തടഞ്ഞിരിക്കുന്നു. ആ കുരുത്തോല പ്രദക്ഷിണം തടഞ്ഞ ഈ സംഭവം അവിടെ കേരളത്തിൽ പോയിട്ട് കുരുത്തോല പിടിച്ചിട്ട് നടക്കുകയാണ് മന്ത്രി. ഈ ഇത്രയും വളരെ വിസിബിളായ ഒരു ലോകത്ത്, പിന്നെ മുനമ്പവുമായി ബന്ധപ്പെട്ട് മുനമ്പം ഒടുവിൽ ഇപ്പം എന്തായി? BJP കിടന്നുരുളല്ലേ? അപ്പോ ഇതിനകത്ത് ഇരട്ടത്താപ്പുകളുടെ വ്യക്തമാണ്.